ജയിക്കുമോ? നിരണം ജയിക്കുമോ? പള്ളാത്തുരുത്തി ബോർഡ് ക്ലബ്ബ് ജയിക്കുമോ? കുമരകം ടൗൺ ബോർഡ് ക്ലബ്ബ് ജയിക്കുമോ? അതോ വില്ലേജ് ബോർഡ് ക്ലബ്ബ് കൈനഗരി ജയിക്കുമോ? നിരണം ബോർഡ് ക്ലബ്ബ് ജയിക്കുമോ? ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി നടുഭാഗവും കാരിച്ചാലും വീയപുരവും നിരണവും ആരാണ് മുന്നിലെന്ന് പറയാൻ കഴിയുന്നില്ല. ഒന്നാം ട്രാക്കിലെ നടുഭാഗം, അതേ നടുഭാഗമുണ്ട്. രണ്ടാം ട്രാക്കിലെ കാരിച്ചാല്, ഒപ്പത്തിനൊപ്പം മൂന്നാം ട്രാക്കിലെ വീയപുരം, ഒപ്പത്തിനൊപ്പം നാലാം ട്രാക്കിലെ നിരണം. അയ്യോ, ഇതെന്തൊരു മത്സരമാണ്! ആരാണ് നോക്കി നിൽക്കാത്തത്? എന്തൊരു അഴകാണ്! അമ്മയെ സുന്ദരമായ വർണ്ണപ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വരുന്നു ഓവർടോ ജോളി എതിരേറ്റ്. താങ്ക് യു മിസ്റ്റർ ഡി സജി ഹരിപ്പാട്. ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം. 1-ൽ നടുഭാഗം, 2-ൽ കാരിച്ചാൽ, 3-ൽ നിരണം. ഇതാ 2-ലെ കാരിച്ചാൽ ഇല്ല, 3-ലെ വീയപുരം. കാരിച്ചാലും വീയപുരവും അതുപോലെ നിരണവും തമ്മിൽ പൊരിഞ്ഞു പോരാടുന്നു. 1-ലെ നടുഭാഗം അല്പം മുന്നിൽ ഇല്ല, പള്ളാത്തുരുത്തിയുടെ കാരിച്ചാൽ ഇല്ല, അട്ടിമറിയുടെ ഉണ്ടാകും. ഇതാ ആര്? 1-ലെ നടുഭാഗം ഇല്ല, 2-ലെ കാരിച്ചാൽ, 3-ലെ വീയപുരം, 4-ലെ നിരണം. ആരാണ് ഇവിടെ വിജയിക്കുക? ഇതാ വീയപുരം. വീയപുരം ഇല്ല, BBC-യുടെ കാരിച്ചാലും വീയപുരവും നടുഭാഗവും നിരണവും കടന്നു പോകുന്ന മനോഹരമായ ദൃശ്യം. ആരാണ് ജയിച്ചത് എന്ന്, ആരാണ് കടന്നുപോയത് എന്ന് ജഡ്ജസാണ് ഔദ്യോഗികമായി പറയേണ്ടത്. ജലോത്സവ ലോകം ഉറ്റുനോക്കിയ 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ അതിന്റെ മൂർച്ഛന്യാവസ്ഥയില് തുടക്കം മുതലേ ഒരുപോലെ കടന്നുപോയ 4 രാജാക്കന്മാര് ഫിനിഷിങ്ങിനോടടുത്തപ്പം 1-ലെ നടുഭാഗം തൊട്ടു മുൻപില് ഇതാ വീയപുരം കുതിക്കുന്നു. തൊട്ടു മുന്നാലെ നിരണം കുതിക്കുന്നു. ജഡ്ജസാണ് ഔദ്യോഗികമായി ആര് വിജയിച്ചത് എന്ന് പറയുന്നത്. ലോകമെമ്പാടുമുള്ള ജലോത്സവ മനസ്സുകള് ഇന്ന് കൃതജ്ഞരാണ്. കാരണം ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൈക്രോ സെക്കൻഡുകളിലാണ് 24ാമത് അല്ലെങ്കിൽ 2024 70ാമത് നെഹ്റു ട്രോഫി അവസാനിക്കുന്നത്. ഇവിടെ യാതൊരു സംശയങ്ങളുമില്ല. ഇത് കൃത്യമായ ഡിജിറ്റൽ സംവിധാനത്തിലാണ്, സിൽ സ്റ്റാർട്ടിംഗ് സംവിധാനത്തിലാണ് കടന്നു പോകുന്നത്. അങ്ങനെ ചുണ്ടൻ വള്ളങ്ങളുടെ അതേ ഹീറ്റ്സ് മത്സരങ്ങൾക്ക് ശേഷം ആവേശകരമായ ഒരു അടിപൊളി മത്സരം. അടിച്ചു കയറി വന്നവര് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പങ്കുവയ്ക്കലിന് വീണ്ടും സാധ്യതയുണ്ടോ എന്ന ചോദ്യങ്ങൾക്ക് നടുവില് ജഡ്ജസിന്റെ ഔദ്യോഗികമായ വിധിയില് നമ്മൾക്ക് കാണുവാൻ ഔദ്യോഗികമായി ജഡ്ജസ് പറയുന്നു, ഇതിനു മുൻപ് പലതവണയും ട്രോഫി പങ്കിട്ടെങ്കില് 2024 ഇല്ല. അതിന്റെയും വ്യത്യാസം ഇവിടെ മൈക്രോ സെക്കൻഡുകളിലേക്ക് മാറുന്നു. വിജയം അവിടെ തീരുമാനിക്കുന്നു. ഏതായാലും ജലോത്സവ ലോകത്ത് 15 തവണ നെഹ്റു ട്രോഫി നേടിയ കാരിച്ചാൽ ഉഗ്രമായി പോരാടി BBC-യുടെ ആ ലീഡൻസിയില് വീയപുരം BBC കൈനഗരിയുടെ വില്ലേജ് ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തില് നടുഭാഗം കുമരകം ബോട്ട് ക്ലബിന്റെ നിരണം ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തില് ഇനിയും ജഡ്ജസ് ഔദ്യോഗികമായി വിധി കൽപ്പിക്കും. ഏതായാലും മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഔദ്യോഗിക റിസൾട്ട്